സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഒരു വർഷത്തിൽ എത്ര ഗ്യാസ് സിലിണ്ടർ വേണ്ടി വരും, അവിടുത്തെ അടുപ്പ് പുകയാൻ എത്ര ഗ്യാസ് സിലിണ്ടർ വേണ്ടി വരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു 4-5 പേരൊക്കെ ഉള്ള കുടുംബത്തിൽ മിനിമം ഒരു 6-8 അല്ലെങ്കിൽ 10 ഗ്യാസ് സിലിണ്ടർ വേണ്ടി വരും. പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരൊറ്റ സിലിണ്ടർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വർഷം ഓടുന്ന ഒരു കുടുംബമാണത്. അപ്പോൾ നിങ്ങൾ വിചിത്രമായി വിചാരിക്കും ഒരു സിലിണ്ടർ കൊണ്ടോ അത് എന്ത് തന്ത്രമാണെന്നുള്ളത്. തന്ത്രം ഒന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അടുപ്പ് കത്തിക്കാറില്ല, അല്ലെങ്കിൽ അവിടെ ഗ്യാസിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഒറ്റ സിലിണ്ടർ ഉണ്ടെങ്കിൽ അവർക്ക് അതൊരു വർഷം ഓടിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർ വീട്ടിലെ കിച്ചൺ ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഒരു ന്യൂജൻ ലൈഫാണ്. കിട്ടുന്ന പൈസ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഔട്ടിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഓൺലൈനിൽ ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുന്ന ഒരു കുടുംബം. പക്ഷേ ഈ ഒരു കുടുംബത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മറ്റൊന്നും കൊണ്ടല്ല. നല്ലപ്പം കാലത്ത് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന സമയത്ത് അടിച്ചു പൊളിച്ച് ജീവിച്ചെന്ന് ചുരുക്കം. പക്ഷേ ഇപ്പോൾ അവിടുത്തെ കുടുംബനാഥൻ വയ്യാതെ കിടക്കുന്ന ഒരവസ്ഥ. അദ്ദേഹത്തിന് ഇപ്പോൾ ജോലിക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. വളരെ ഒരു 45 വയസ്സിന് താഴെയുള്ള ഭർത്താവും അതുപോലെ തന്നെ ഒരു 38-39 വയസ്സ് പ്രായമുള്ള ഭാര്യയും അതുപോലെ തന്നെ അവരുടെ 2 മക്കളുമാണ് ആ കുടുംബത്തിലുള്ളത്. വരുമാനമെല്ലാം മുട്ടി. ഇപ്പോൾ അവർക്ക് മനസ്സിലായി തുടങ്ങി ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. നല്ല കാലത്ത് അവർക്ക് തന്നെ അവിടെ വെച്ച് കഴിച്ചിരുന്നെങ്കിൽ ഇത്ര ഒരു അധോഗതിയിലെത്തുമായിരുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ബാങ്കിൽ നിന്ന് എടുത്ത ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ, അതുപോലെ തന്നെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ, ദാരിദ്ര്യം കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, പലപ്പോഴും നമ്മൾ ഈ ഭാവിയെക്കുറിച്ച് ഒട്ടും ചിന്തിക്കില്ല. ഈ എപ്പിക്യൂറിയൻ സിദ്ധാന്തം എന്നൊക്കെ പറയുന്ന പോലെ ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള എപ്പിക്യൂറിയൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നാളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, ഇന്ന് നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. അങ്ങനത്തെ കുറച്ച് ന്യൂജൻ ലൈഫുമായി ബന്ധപ്പെട്ടാണ് ഈ കുടുംബം എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇത്തിരി കരുതലുകൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തയുണ്ടാവണം. അതുപോലെ തന്നെ ഇത്തിരിയൊക്കെ നമ്മൾ സഹിക്കാനും തയ്യാറാവണം. വെറും തിന്ന് കുടിച്ച് ജീവിക്കുന്ന അവസ്ഥ ഒരു മനുഷ്യന് ചേർന്നല്ല, അത് മൃഗങ്ങൾക്ക് ചേർന്നാണെന്നുള്ളതാണ്. ഫ്രണ്ട്സ്, എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.